ഹായ്, ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഡിസൈൻസൊക്കെ നമ്മുടെ ഫോണിൽ നിന്നും എങ്ങനെയാണ് ട്രേസിംഗ് പേപ്പറിലോട്ട് ട്രേസ് ചെയ്യാം എന്ന് കാണാം. ഇതുപോലുള്ള ചില ഡിസൈൻസൊക്കെ നമുക്ക് വരയ്ക്കാൻ പാടാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ബുക്സുകളിൽ സെർച്ച് ചെയ്താൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അത് എങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ നിന്നും ട്രേസിംഗ് പേപ്പറിലോട്ട് ട്രേസ് ചെയ്യാവുന്നതാണ് കാണാൻ പോകുന്നത്. പിൻട്രസ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. അതിൽ നിന്നും ഒരുപാട് ഡിസൈൻസ് നമുക്ക് കിട്ടും. പിൻട്രസ്റ്റിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ നമുക്ക് ഗാലറിയിൽ സേവ് ആകും. അതുപോലെ തന്നെ പേപ്പർ കോപ്പി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. പേപ്പർ കോപ്പി ടച്ച് ചെയ്യുമ്പോൾ അത് നേരെ നമുക്ക് ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ബ്ലൂ കളറിൽ കിട്ടും. അതിൻ്റെ താഴെ ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഇവിടെ വരും. അത് സെലക്ട് ചെയ്യാം. ഗാലറിയിൽ നിന്ന് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ആവശ്യമോ അതുപോലെ നമുക്കിതിനെ സൂം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ സൂം ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇത്രയുമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇത്രയും തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാക്കി നീക്കി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ചായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇവിടെ സൈഡിൽ താഴെ ഇരിക്കുന്ന ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടിങ്ങോട്ട് അനങ്ങത്തില്ല. അതങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഇതിൻ്റെ പുറത്ത് ട്രേസിംഗ് പേപ്പർ വെച്ച് അതിന് ശേഷം നമുക്കത് ട്രേസ് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലോത്തിലും ട്രേസ് ചെയ്തെടുക്കാം. ഇത്രയും വരച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പാർട്ട് വേണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം ആ ലോക്കൊന്ന് മാറ്റി കൊടുക്കാം. സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ സ്ക്രീൻ വരും. അത് ലോക്കിൽ പ്രസ് ചെയ്യുമ്പോൾ അത് മാറും. എന്നിട്ട് പിക്ചർ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടും ഇതുപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റും.